ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ GUPS ഇരിക്കാവ് സ്കൂളിൽ നിന്നും സ്റ്റഡി ടൂർ പോവുകയാണ്. പോകുന്നത് എങ്ങോട്ടുമല്ല, നമ്മുടെ തലസ്ഥാന നഗരിയിലോട്ടാണ് പോകുന്നത്. അവിടെ ഞങ്ങൾ പോയി സൂ കാണണമെന്നുണ്ട്, പിന്നെ കുതിരമാളിക, പ്ലാനറ്റോറിയം, പിന്നെ ശംഖുമുഖം, അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്താണ് പോയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും യാത്ര തിരിച്ചു. അങ്ങനെ സൂവിലെത്തുന്നതിന് മുന്നേ ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടാണ് പോയത്, കയറിയത്. അങ്ങനെ സൂയിലെത്തി ഓരോ കാഴ്ചകളൊക്കെ കണ്ടുവരികയാണ്. ഓരോ മൃഗങ്ങളെയെല്ലാം ടീച്ചേഴ്സ് പ്രത്യേകം കാര്യങ്ങളെല്ലാം ഓരോ മൃഗങ്ങൾ വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചേക്കുന്നതനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും കണ്ട് അങ്ങനെ സൂവിൽ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. സൂ തന്നെ ഉണ്ടായിരുന്ന കുറേ നേരം കാണാനായിട്ട്. സൂവിൽ തന്നെ ഒരുപാട് സിംഹം, കടുവ, അങ്ങനെ എല്ലാ മൃഗങ്ങളെയും കണ്ടു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പ്ലാനറ്റോറിയത്തിൽ പോയി. പ്ലാനറ്റോറിയത്തിൽ ഒരു സിനിമ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നമ്മുടെ വീഡിയോ അലൗഡ് അല്ലായിരുന്നു. അവിടെ നല്ലതായിരുന്നു. നല്ല AC റൂമിലിരുന്ന് നല്ല അടിപൊളിയായിട്ട് ആകാശ കാഴ്ചകളെല്ലാം കാണാം. നമ്മൾ ആകാശത്തൂടെ സഞ്ചരിക്കുന്ന കൂട്ടൊക്കെ നമുക്ക് തോന്നും അതിനകത്ത് ഇരിക്കുമ്പോഴത്തേക്ക്. അതൊരു നല്ല അനുഭവമായിരുന്നു. ഇതിപ്പം ഞങ്ങൾ സൂയിൽ തന്നെ നിൽക്കുകയാണ്. ഞാൻ പ്ലാനറ്റോറിയത്തിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അത് നല്ല കാഴ്ചയാണ്. ഒത്തിരി മ്യൂസിയങ്ങളുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ. ആലപ്പുഴയിൽ നമ്മുടെ സ്ഥലം എപ്പോഴും നമ്മൾ മറക്കത്തില്ലല്ലോ. നമ്മൾ ആലപ്പുഴക്കാർ നമ്മുടെ ഇത് വിട്ട് കളിക്കത്തില്ലല്ലോ. അപ്പോൾ അതാണ് ആലപ്പുഴയിൽ നിന്ന് കയറി വരുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളും നല്ല സന്തോഷത്തിലാണ് ഓരോരുത്തരും കറങ്ങുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഉണ്ട് കുടിക്കാനായിട്ട്. കുഞ്ഞുങ്ങൾക്ക് വെള്ളം കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. ഓരോ സ്ഥലത്ത് വെള്ളം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അവിടെ ചെന്ന് വെള്ളം എല്ലാം കുടിച്ച് റിലാക്സ് ചെയ്ത്. കാരണം അധികം വെയിലൊന്നും ഇല്ലാത്ത കാരണം നല്ല കാലാവസ്ഥയായിരുന്നു. അപ്പോൾ അധികം നമുക്ക് ബുദ്ധിമുട്ടൊന്നും അന്നേരം സംഭവിച്ചില്ല, രാവിലെ നമ്മൾ ചെന്ന് കയറിയത് കാരണമേ. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട്. ഞങ്ങൾ സൂയി കയറുന്നതിന് മുന്നെയാണ് ഈ ഫുഡ് കഴിച്ചത്. അപ്പം, മുട്ടക്കറിയും, ഇടിയപ്പവും, ഗ്രീൻ പീസ് കറിയായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം സൂവിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചത്. ഉച്ചഭക്ഷണം എന്തായിരുന്നു? ഞങ്ങൾ ബിരിയാണിയാണ്. പക്ഷേ ഞങ്ങൾ ബിരിയാണിയുടെ ആക്രാന്തത്തിൽ ഞാനത് വീഡിയോ എടുത്തില്ല ഗൈസ്, അതാണ് പറ്റിപ്പോയത്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞങ്ങളുടെ രാവിലത്തെ ഫുഡിൻ്റെ വീഡിയോ നടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എവിടോട്ട് പോവുകയാണ്? പ്ലാനറ്റോറിയം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടൊരു മ്യൂസിയത്തിൽ പോയി. ആ മ്യൂസിയത്തിൽ എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് എല്ലാം. ആ മ്യൂസിയത്തിലോട്ട് കയറുമ്പോൾ തന്നെ മൃഗങ്ങളും എല്ലാം ഓരോ കൊത്തുപണികളിലൂടെ എല്ലാം ചെയ്ത് വെച്ചേക്കുകയാണ്. അതൊക്കെ ഒന്ന് കാണാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഓരോ മൃഗങ്ങളെയൊക്കെയാണല്ലോ ഒറിജിനൽ ആയിട്ടുള്ള ജീവികളെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുമുണ്ട്. ഒറിജിനലായ ജീവികളെ തന്നെ നമ്മളുണ്ടല്ലോ ഇതിനകത്തിൽ കേടാകാതിരിക്കാനുള്ള ലിക്വിഡിനകത്തിലൊക്കെ ഇട്ട് വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് സുനിൽ മ്യൂസിയം, വാക്സ് മ്യൂസിയം. അത് നല്ല ഒരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. എല്ലാം നമ്മുടെ പ്രശസ്തരായ വ്യക്തികളെയൊക്കെ ഇങ്ങനെ വാക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനും ഓർത്തു, ഞാൻ യൂട്യൂബിൽ ഞാനിങ്ങനെ ഭയങ്കര ഫേമസായി കഴിയുമ്പോൾ സുനിൽ സാറിനോട് പറഞ്ഞ് എൻ്റെ ഒരു വാക്സ് അവിടെ വയ്ക്കണത്. അത് നമ്മുടെ പൈലക്കൊയിലോ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് അത് ദൈവം നടത്തി തരുമെന്ന്. അപ്പോൾ നമ്മൾ കഠിനമായി ആഗ്രഹിക്കുക, കഠിനമായി നമ്മൾ പ്രയത്നിക്കുക. യൂട്യൂബിൽ വിജയിക്കാൻ വേണ്ടി നമ്മൾ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. കഠിനമായി പ്രയത്നിച്ച് വീഡിയോസ് ചെയ്യുക. വിജയിച്ച് കഴിയുമ്പോൾ ഒരിക്കൽ അവിടെ വാക്സിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും ഞങ്ങൾ, എൻ്റെ വാക്സിൻ്റെ കൂടെ. ഓക്കെ, നിങ്ങളപ്പോൾ ഓർക്ക് എന്നെ കളിയാക്കരുത് ഗൈസ്. അങ്ങനെ എല്ലാ പ്രശസ്തരായ വ്യക്തികളുടെയും കൂടെ ഓരോ കുഞ്ഞുങ്ങളെ നിർത്തിയൊക്കെ ഫോട്ടോ എടുത്തു, ഗ്രൂപ്പായിട്ടൊക്കെ ഫോട്ടോ എടുത്തു. അങ്ങനെ അവിടെ നിന്നുള്ള സ്റ്റാഫ്സ് ഉണ്ടല്ലോ, അവരും നമ്മുടെ ഫോട്ടോസ് എടുക്കും. നമ്മളവിടെ ചെന്നതായിട്ട് അവർക്കൊരു ഇതിന് വേണ്ടി നമ്മളുടെ ഫോട്ടോസൊക്കെ അവരും എടുത്തു വയ്ക്കും. അങ്ങനെ പിന്നെ വീണ്ടും വണ്ടിയിൽ വന്ന് കയറിയിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നത് ഗായ്സ്, ഞങ്ങൾ ശംഖുമുഖത്തോട്ടാണ് പോകുന്നത്. ശംഖുമുഖം ഞങ്ങൾ അടിച്ച് പൊളിച്ചെല്ലാവരും കടലിലിറങ്ങി ടീച്ചേഴ്സ് നേരെ ഇങ്ങനെ നിർത്തിയിട്ട് കൈ പുറത്ത് തന്നെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നിർത്തുന്നത്. ഇടയ്ക്കൊക്കെ കുഞ്ഞുങ്ങൾ കൈയൊക്കെ വിടും. അപ്പോൾ പുറകിൽ നിന്ന് സിഗ്നൽ സാറുണ്ടായിരുന്നു. സാറ് സിഗ്നൽ തരും, കുഞ്ഞുങ്ങളെ കൈ പിടിക്കൂ എന്ന് പറഞ്ഞിട്ട് സിഗ്നൽ തരും. അപ്പോൾ വീണ്ടും കൈ പിടിക്കും, വീണ്ടും
ഇടയ്ക്ക് എന്താ കടൽ തീര വരുമ്പോഴത്തേക്ക് ഇടയ്ക്കൊന്ന് വിടും. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ സന്തോഷം കൊണ്ട് കൈവിട്ട് പോകും. അപ്പോഴത്തേക്ക് സാറ് വിളിച്ചു പറയും, കൈ പിടിക്കൂ. സാർ അവിടെ നിന്ന് സിഗ്നൽ തന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിൽ നിന്നും. അങ്ങനെ ഞങ്ങൾ കുറേ സമയം കടലിലൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളപ്പോൾ ഇങ്ങനെ പോരുകയാണ്. പോകുമ്പോഴത്തേക്ക് എന്താണ്, പൊറോട്ടയും അൽഫാം അതെല്ലാം കഴിച്ചു വയറെല്ലാം പെട്ടി പോലെ ആക്കിയിട്ട് വീണ്ടും ഞങ്ങൾ വണ്ടിയിൽ വന്ന് കയറി ഗൈസ്. അങ്ങനെ ഇത് ഞങ്ങളുടെ പ്രീതി ടീച്ചറാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടി തിരിച്ച് വരികയാണ്. അങ്ങനെ എന്തോ വണ്ടിക്കകത്തിൽ അടിച്ചുപൊളി നടക്കുകയാണ്. ഓരോരുത്തരുടെ ഡാൻസും എല്ലാം അടിച്ചുപൊളി ഡാൻസാണ്. എല്ലാം ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം 7ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെല്ലാം കളിയും, 7ാം ക്ലാസ് മാത്രമല്ല 1 മുതൽ 7 വരെയുള്ള കുട്ടികളാണ് അതിനകത്തുള്ളത്. 7ാം ക്ലാസ്സിലെ കുട്ടികൾ അവർ പോകുന്നത് കാരണം ഇടയ്ക്കൊന്ന് കരഞ്ഞായിരുന്നു. അതിനകത്തുള്ളൊരു ഇച്ചിരി നേരത്തേക്കൊരു കരച്ചിൽ വന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ ഇത് ഡാൻസിലോട്ട് പോയി. അങ്ങനെ ഓരോന്ന് അടിപൊളി ഡാൻസാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ അടിച്ചടിച്ച് പൊളിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇതാണ് ഈ കണ്ണാടി വെച്ചേക്കുന്നതാണ് ഉണ്ണിമോൻ. ഉണ്ണിമോനും അടിച്ചു പൊളിച്ചു. അങ്ങോട്ടും അവൻ ഒന്ന് ഫ്രണ്ട് വരെ പോവും, പിന്നെയും ബാക്കിലോട്ട് വരും, വീണ്ടും ഫ്രണ്ടിലോട്ട് പോവും, ബാക്കിലോട്ട് വരും. അത് തന്നെ തുള്ളി ഫ്രണ്ടിൽ വരെ പോവും, പിന്നെ തുള്ളി ബാക്കി വരെ പോവും. അങ്ങനെ ഡാൻസ് കളി മൂത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഗൈസ്. എല്ലാവരും അടിച്ചു പൊളിച്ച് ഡാൻസ് കളിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി മാത്രം ഇച്ചിരി സ്പേസ് അവർക്ക് വേണ്ടി ഇട്ടിട്ട് അവരെ തുള്ളാൻ വേണ്ടി നിർത്തിയായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ വീഡിയോസ് ഇതിനകത്തിലുണ്ടോ എന്നറിയത്തില്ല. പക്ഷേ എല്ലാവരെയും ഇറക്കിയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഇടയ്ക്ക് ഒക്കെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെല്ലാവരും തുള്ളാനായിട്ട് ഇറക്കി. അപ്പോൾ അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളും നല്ല അടിച്ചു പൊളിച്ചാണ് ഇരുന്നത്. അപ്പോൾ എല്ലാവർക്കും അങ്ങ് സന്തോഷമായി, കുഞ്ഞുങ്ങളെല്ലാം ഹാപ്പിയായി. അങ്ങനെ ടൂറ് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു സംഭവമായി. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്, നിങ്ങളെങ്ങനെയാണ് അനുഭവം എങ്ങനെ. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളും വന്ന് അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ പങ്കുവെച്ചതിൻ്റെ ഇടയ്ക്കാണ് കരച്ചിൽ നടന്നത്. അത് കാരണം അവിടെ വെച്ച് പിന്നെ പങ്കുവയ്ക്കൽ അങ്ങ് നിർത്തി, വീണ്ടും അടിച്ചുപൊളിയിലോട്ട് പോയി. അങ്ങനെ ഓരോ കുഞ്ഞുങ്ങളും വന്ന് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ, എങ്ങനെ ഉണ്ടായിരുന്നു ടൂറ്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു. അങ്ങനെ ടീച്ചർ ലാസ്റ്റ് ഓക്കെ എല്ലാവർക്കും നന്ദി പറഞ്ഞു. അങ്ങനെ ഇത്രയും നിർത്തുള്ളൂ. ഞങ്ങളുടെ ടൂർ അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.